UPSCക്കും PSCക്കും ചോദിക്കുന്ന ചില ഗ്രാമർ ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ശ്രദ്ധിച്ചവരെ വീണ്ടും ആവശ്യപ്പെടുകയാണ് അതുപോലെയുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അത് ചില ഇൻഡിവിജ്വൽ വേർഡ്സാണ് നമ്മൾ എടുത്തത്. സിംഗുലർ പ്ലൂറലാക്കുമ്പോൾ ആ വേർഡിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് സീറോ ചേഞ്ചുള്ള ചില വേർഡുകൾ എടുക്കാവുന്ന നോക്കിയാണ്. സീറോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ സിംഗുലർ ഫോമിലാണ്, അത് തന്നെയാണ് അതിൻ്റെ പ്ലൂറൽ. ചില വാക്കുകൾ പ്ലൂറൽ ഫോമിലാണ്, പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ സിംഗുലർ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ഉദാഹരണം, ഇൻഫർമേഷൻ സാധാരണ PSC ക്വസ്റ്റ്യനിലൊക്കെ കാണുന്നൊരു വാക്കാണ്. ഇൻഫർമേഷൻ എന്നെ പ്ലൂറൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇൻഫർമേഷൻ തന്നെ. സിംഗുലർ ഫോമിലാണത്, പക്ഷേ പ്ലൂറൽ മീനിങ് കൂടെ അതിലുണ്ട്. സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ് ഈ വാക്കിൻ്റെ ഇൻഫർമേഷൻ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു വാക്ക് ഫർണിച്ചർ. ഫർണിച്ചർ എന്ന വാക്ക് കേൾക്കാത്തവരാരും ഇല്ല. ആരും ഫർണിച്ചേഴ്സ് എന്ന് പറയാറില്ല. അവിടെ ഒരു സീറോ ചേഞ്ച് കാണാം. അതൊരു വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു വാക്കായതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. എന്നാൽ മറ്റു ചില വാക്കുകൾ ശ്രദ്ധിക്കപ്പെടണം. ദ സ്പീഷീസ് പ്ലൂറൽ ഫോമാണ്. അത് സിംഗുലറും പ്ലൂറലും അത് തന്നെയാണ്. സ്പീഷീസ്. സീരീസ് മറ്റൊരു വാക്ക്. എയർക്രാഫ്റ്റ് എന്ന വേർഡ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയാം. എയർക്രാഫ്റ്റ് അല്ലെ സ്പേസ് ക്രാഫ്റ്റ്. എയറോപ്ലെയിന് പറയുന്നൊരു പേരാണ് എയർക്രാഫ്റ്റ്. പ്ലൂറൽ ആക്കരുത്, എയർക്രാഫ്റ്റ് തന്നെയാണ്. എത്ര എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിലും എയർക്രാഫ്റ്റ് തന്നെ. ഷീപ്പ്, എത്ര ഷീപ്പ് ഉണ്ടെങ്കിലും ഷീപ്പ് തന്നെ. സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെ. സ്വൈൻ സീറോ ചേഞ്ചുള്ളൊരു വേർഡാണ്. സീറോ ചേഞ്ചുള്ള വേർഡാണത്. സ്വൈൻ, പന്നി. പ്ലൂറലും അത് തന്നെ. സിസേഴ്സ് പ്ലൂറൽ ഫോമിൽ അത് വരുന്നത്. ഒരിക്കലും സിസർ എന്ന് പറയരുത്. സിസേഴ്സ് സീറോ ചേഞ്ചാണ്. സ്പെക്ടക്കിൾസ് ഇങ്ങനെ പേരായിട്ട് വരുന്നതല്ല, ശ്രദ്ധിച്ചോണം. സ്പെക്ടക്കിൾസ്, പാൻസ്, ട്രോയേഴ്സ്, ബ്രീച്ചസ്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ പേരായിട്ടാണ് വരുന്നത്. പൈജാമാസ്, ഷോർട്ട്സ്, ഈ വേർഡുകളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട വേർഡുകളാണ്. ടൈഡിങ്സ് എന്നൊരു വേർഡുകൾ കേട്ടിട്ടുണ്ടാകും. ന്യൂസ് എന്നുള്ള അർത്ഥം. ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ ടൈഡിങ് എന്ന് പറയുന്നത്. ടൈഡിങ്സ് അത്ര പരിചയം ഉള്ള വാക്കായിരിക്കത്തില്ല പലർക്കും, പക്ഷെ പരീക്ഷയ്ക്ക് അത് വളരെയധികം കാണുന്നുണ്ട്. UPSCയുടെയും PSCയുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. ടൈഡിങ്സ്, ഒരിക്കലും ടൈഡിങ് എന്ന് പറയരുത്. അതുപോലെ ആംസ്, ALMS, ആംസ് ഭിക്ഷയാണ്. സിംഗുലറും പ്ലൂറലും ഒന്നാണ്, ഭിക്ഷ. ആംസ്. ഓഫ് സ്പ്രിങ് എന്ന വേണ്ടി ശ്രദ്ധിക്കണം. ഓഫ് സ്പ്രിങ് സന്തതി എന്നർത്ഥം, ചിൽഡ്രൻ എന്നർത്ഥം. ഓഫ് സ്പ്രിങ് സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെ, ഓഫ് സ്പ്രിങ്. അതുപോലെ ഇന്നിങ്സ് എന്ന വേർഡ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇന്നിങ്സ്, ക്രിക്കറ്റ് കളിക്കാർക്കറിയാം ആ വേർഡ് എന്താണെന്ന്. ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ 1 റൗണ്ട് ഓഫ് പ്ലേ എന്നർത്ഥം. പണ്ടേ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ 3 ഇന്നിങ്സ് വരെ ഉണ്ടായിരുന്നു, പിന്നെ 2 ഉള്ളൂ. അപ്പോൾ 1 റൗണ്ട് ഓഫ് പ്ലേ കഴിയുമ്പോൾ ഒരു ഇന്നിങ്സ് കഴിയും. ഇന്നിങ് എന്ന് ഉപയോഗിക്കരുത് ഒരിക്കലും. അത് ഇന്നിങ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇന്നിങ്സ്. ചില രോഗങ്ങൾ ഈ എസ് ഫോമിലാണ് നമ്മൾ പറയുന്നത്, എഴുതുന്നത്. രോഗങ്ങൾ സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ പ്ലൂറൽ ഫോമിലാണ് വരുന്നത്. മീസിൽസ്
മംസ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ. അതുപോലെ ചില ഗെയിംസിൻ്റെ സിംഗുലർ ഫോമിലാണ്, പ്ലൂറൽ ഫോമിലായിരിക്കും ഉപയോഗിക്കുന്ന സിംഗുലർ മീനിങ്. ഫോർ എക്സാമ്പിൾ ബില്ലിയാർഡ്സ്. ചില സബ്ജക്റ്റുകൾ പ്ലൂറൽ ഫോമിൽ വരും, സിംഗിൾ തന്നെ അർത്ഥം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എത്തിക്സ്, ഇക്കണോമിക്സ് എല്ലാം ഉദാഹരണങ്ങളാണ്. സിംഗുലറും പ്ലൂറൽ ഫോമിലാണ്, പക്ഷെ സിംഗുലർ മീനിങ് ആണ്. അതുപോലെ കോമ്പൗണ്ട് നൗണുകൾ ശ്രദ്ധിക്കണം. ഒന്നിലധികം വാക്കുകൾ യോജിപ്പിച്ച് ഒരു വേർഡ് ഉണ്ടാക്കുമ്പോഴേ വളരെ കോമൺ ആയിട്ടുള്ള ഒത്തിരി വാർഡുകളുണ്ട്. ഇപ്പം സണ്ണില്ലോ, പരീക്ഷയ്ക്ക് എത്രയോ തവണ UPSC PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കയറി വരുന്ന ഒരു വാക്കാണ് സണ്ണില്ലോ, ഫാദറില്ലോ, മദറില്ലോ, സിസ്റ്ററില്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഇല്ലോ ഒക്കെ വേർഡുകൾ വരെ സൂക്ഷിച്ചോണം. അവിടെ മാറ്റം വരുന്നത് ഫസ്റ്റ് വേർഡിൽ അവിടെ മാറ്റം വരാകും പ്ലൂറലാകുമ്പോൾ. എങ്ങനെ പറയണം? സൺസില്ലോ, ഫാദേഴ്സില്ലോ, മദേഴ്സില്ലോ, ബ്രദേഴ്സില്ലോ, സിസ്റ്റേഴ്സില്ലോ, പ്ലൂറലായി കഴിഞ്ഞു. എങ്ങനെ പറയരുത്? സൺലില്ലോസ് എന്നോ ബ്രദറില്ലോസ് എന്നോ പറയരുത്. ഫസ്റ്റ് വേർഡിൽ ചേഞ്ച് വരുന്ന കോമ്പൗണ്ട് വേർഡാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ. അതുപോലെ പാസർ ബൈ, കടന്നു പോകുന്ന ആളിനെയാണ് ഈ പാസർ ബൈ എന്ന് പറഞ്ഞാൽ എവിടെ മാറേണ്ടത്? ഫസ്റ്റ് വേർഡിലാണ്. പാസേഴ്സ് ബൈ. റണ്ണറപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? റണ്ണേഴ്സ് അപ്പ്. മാൻ ഓഫ് വാർ, എവിടെയാ മാറ്റം വരേണ്ടത്? മെൻ ഓഫ് വാർ. എന്നാൽ ബോയ് ഫ്രണ്ട് എടുത്തേ, എങ്ങനെ നമ്മൾ ഉരുള വരുന്നത്? ബോയ്സ് ഫ്രണ്ട് ആണോ? അല്ല, ബോയ് ഫ്രണ്ട്സ്. ഗേൾ ഫ്രണ്ട്സ്. ലേഡി ഡോക്ടർ, എവിടെ മാറ്റം വരുന്നത്? രണ്ടാമത്തെ വേർഡില്ല, ലേഡി ഡോക്ടേഴ്സ്. ഇങ്ങനെയുള്ള ആ പിക്ക് പോക്കറ്റ് രണ്ടാമത്തെ വേർഡിൽ മാറ്റപ്പെടുന്നു. ഏതാ വാക്ക്? പിക്ക് പോക്കറ്റ്സ്. അപ്പോൾ ഇന്ന് അത്യാവശ്യമായ ചില സിംഗുലറും പ്ലൂറലുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പരീക്ഷയ്ക്ക് നമ്മൾ UPSC PSC പരീക്ഷകൾ എഴുതുമ്പോൾ കടന്നു വരുന്ന ചില നൗൺ ഫോംസാണ് ഈ 2 ദിവസമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ധാരാളം ഇത്തരം വേർഡുകൾ എടുക്കാം. അതെല്ലാം കൊണ്ട് ഇപ്പം പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ തവണ ഓർമ്മിപ്പിച്ച ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാറ്റിലും പീപ്പിളും വളരെ സൂക്ഷിക്കണം. കാറ്റിൽസ് എന്ന് പറയരുത്. കന്നുകാലികളെന്ന് മലയാളത്തിൽ പറയാം, പക്ഷേ ഇംഗ്ലീഷിൽ കാറ്റിൽസ് എന്ന് പറയരുത്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ മതി. ആ സിംഗുലർ ഫോം തന്നെയാണ്, 0 ചേഞ്ചുള്ള വേർഡുകൾ തന്നെയാണത്. അതുപോലെ പീപ്പിൾ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പീപ്പിൾ എപ്പോഴും പ്ലൂറൽ ഫോമിലേ ഉപയോഗിക്കാവൂ. പീപ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉണ്ടല്ലേ, ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പീപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് മാറും. അതുകൊണ്ട് പീപ്പിൾ പ്ലൂറൽ മാത്രം ഉപയോഗിക്കാവൂ. കാറ്റിൽ പ്ലൂറൽ മാത്രം ഉപയോഗിക്കാവൂ. ഇതെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ ഇത്രയും വേർഡ്സ് അത്യാവശ്യമായി ഡിസ്കസ് ചെയ്തത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് പ്രിപ്പോസിഷൻ വേർഡ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നാണ്. പ്രധാനപ്പെട്ട ചില പ്രിപ്പോസിഷൻ വേർഡ്സ് ഡിസ്കസ് ചെയ്യണമെന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നോക്കി, UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പരിശോധിച്ചപ്പോഴേ ചില വേർഡ്സ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എഴുതുന്നില്ല, അവർക്കറിയാൻ വയ്യ. ഉദാഹരണം, ഈ ഡൈഡ് ഡാഷ് ക്യാൻസർ നിങ്ങൾ എങ്ങനെ എഴുതും പരീക്ഷയ്ക്ക്? ഏത് പ്രിപ്പോസിഷൻ എഴുതും? ഈ ഡൈഡ് ഓഫ് ക്യാൻസർ. രോഗം വന്ന് മരിക്കുമ്പോഴേ അങ്ങനെ പറയാവൂ. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ, ഈ ഡൈഡ് ഓഫ് കോവിഡ്. എന്നാൽ ഈ ഡൈഡ് ഓഫ് ഓവർ ഈറ്റിംഗ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഓവർ ഈറ്റിംഗ് രോഗമല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് പറയണം? ഈ ഡൈഡ് ഫ്രം ഓവർ ഈറ്റിംഗ്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട
ഒരു പ്രിപ്പോസിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹി ഡൈഡ് ഓഫ് എ ഡിസീസ്, ഹി ഡൈഡ് ഫ്രം ഡൂയിങ് സംതിങ്. അതാണ് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട വേർഡ്. പിന്നീട് ഞാൻ കണ്ട മറ്റു ചില വേർഡുകളുണ്ട്, അത് വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വേർഡാണ്. ഈ പ്രിഫർ എന്ന വേർഡ് നമ്മുടെ കുട്ടികൾ വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കാവും. പ്രിഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഐ പ്രിഫർ ഓറഞ്ച് ടു ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് എനിക്കിഷ്ടം എന്നല്ലേ, ആപ്പിളിനേക്കാൾ ഇഷ്ടം. മുൻഗണന കൊടുക്കുന്ന ഏതിനാണെന്നാണ് പറയുന്നത്? പ്രിഫർ. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്താ? ടു. ഇങ്ങനെ കുറേ വേർഡുകളെ ടു ഫോളോ ചെയ്ത് വരുന്ന കുറേ ലാറ്റിൻ വേർഡ്സ് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ലാറ്റിനാണ് അതിൻ്റെ ഒറിജിൻ. പക്ഷേ ഇംഗ്ലീഷിലേക്ക് ഇടുമ്പോൾ ഒറിജിനൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. അവൻ എന്നേക്കാൾ സീനിയറാണ്. നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെ പറയും? ഈ സീനിയർ ദാൻ മീ എന്ന് പറഞ്ഞാൽ പോയി, പ്രിപ്പോസിഷൻ തെറ്റിപ്പോയി. ഈ സീനിയർ ദാൻ എന്ന് പറയാൻ പാടില്ല. ഈ സീനിയർ ടു മീ. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ പോലും തെറ്റിക്കുന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞ PSCക്ക് അല്ലെങ്കിൽ UPSCക്ക് മാർക്ക് മേടിക്കാൻ മാത്രമല്ല, ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുത്തുന്ന ചില തെറ്റുകളൂടെ കറക്റ്റ് ചെയ്യാനാണ് ഈ വേർഡ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അവൻ എന്നേക്കാൾ ജൂനിയർ ആണെന്ന് ഇംഗ്ലീഷ് എങ്ങനെ പറയും? ഈസ് ജൂനിയർ ടു മീ. എങ്ങനെ പറയാൻ പാടില്ല? ഈസ് ജൂനിയർ ദാൻ മീ എന്ന് പറയരുതേ. അതുപോലെ സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, ഇൻറ്റീരിയർ ടു, അൾട്ടീരിയർ ടു, അവിടെ എല്ലാം ടു ആണ് ഫോളോ ചെയ്യുന്നത്. പ്രിഫറാണ് നമ്മുടെ ബേസ് വേർഡ്. പ്രിഫർ ടു, സീനിയർ ടു, ജൂനിയർ ടു, സുപ്പീരിയർ ടു, ഇൻഫീരിയർ ടു, ഇൻറ്റീരിയർ ടു, അൾട്ടീരിയർ ടു. രസമല്ലേ ഇത് കേൾക്കാൻ തന്നെ? ഇതൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴേ തപ്പിപ്പോകരുത്, അവിടെ ഒന്നും കയറി ദാൻ പ്രയോഗിച്ച് കളയരുത്. ഇതേലെ കുറേ വേർഡ്സാണ് പ്രിപ്പോസിഷനിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത്. ധാരാളം ഇതുപോലെയുള്ള വേർഡ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് മാത്രമല്ല, ഇതിനേക്കാൾ കോമൺ ആയിട്ട് എറർ വരുത്താൻ കഴിയുന്ന വാക്കുകളാണ്. എഗ്രി എന്ന വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം, ആംഗ്രി എന്ന വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അവിടെയൊക്കെ വ്യത്യസ്തമായ പ്രിപ്പോസിഷൻ ചേർത്ത് കഴിയുമ്പോൾ മീനിങ് മാറിപ്പോകും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം തന്നെ ദീർഘിച്ചു പോയത് മനുഷ്യർക്ക് സമയമധികം ഇല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് വേർഡ്സ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് ചില വാക്കുകൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് കരുതിക്കൊണ്ട് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി.